നമസ്കാരം. ഇപ്പോൾ ഞാനുള്ളത് തൃത്താല എന്ന് പറയുന്ന സ്ഥലത്താണ്. അതായത് നമ്മുടെ മന്ത്രി MP രാജേഷിന്റെ മണ്ഡലത്തിൽ. ഇവിടെ കരുവന്നൂർ മോഡൽ ഒരു വലിയ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. അതിന്റെ ചില വിവരങ്ങൾ അറിഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ എത്തിയത്. അതായത് വനിതാ സഹകരണ സംഘം, തൃത്താല വനിതാ സഹകരണ സംഘം എന്ന് പറയുന്ന ഒരു സംഘം, അത് CPM ഭരിക്കുന്ന ഒരു സൊസൈറ്റിയാണ്. ഈ സൊസൈറ്റിയിൽ പണം നിക്ഷേപിച്ച ഒരുപാട് ആളുകൾക്ക് പണം നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ സ്വർണം പണയം വെച്ച് വായ്പ എടുത്ത ആളുകൾക്ക് ആ സ്വർണം നഷ്ടപ്പെട്ടിരിക്കുന്നു. സ്വർണം ഇവിടെ നേരത്തെ സ്വർണത്തിന് വില കുറവുള്ള സമയത്ത് 4ഉം 5ഉം പവനൊക്കെ 50,000 രൂപക്കൊക്കെ പണയം വെച്ചിട്ടുള്ള ആളുകളുണ്ട്. എന്നാൽ ഇപ്പോൾ ആ പണയം വെച്ച സ്വർണം തുക തിരിച്ചടക്കുന്ന സമയത്ത് അത് സ്വർണം കാണുന്നില്ല. സ്വർണം മറ്റെവിടെയോ കൊണ്ടുപോയി പണയം വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അത് വിറ്റിരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ പണം നിക്ഷേപിച്ചിട്ടുള്ള ആളുകൾ, അവർക്ക് ആ നിക്ഷേപിച്ച പണം തിരിച്ചു കിട്ടാൻ ഒരു സാധ്യതയുമില്ല. പലപ്പോഴും പല കാരണങ്ങൾ പറഞ്ഞ് ഈ നിക്ഷേപകരെ തിരിച്ചയക്കുന്നു. ഇവിടെ പണം നിക്ഷേപിച്ചിട്ടുള്ള ആളുകൾ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്, പ്രത്യേകിച്ച് CPMകാരാണ്. ഇവിടെ കൂലിപ്പണിക്ക് പോകുന്ന ആളുകൾ, അതുപോലെ തന്നെ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളുകൾ. ഇവിടെ എൻ്റെ കൂടെയുള്ളത് ഇവരുടെ ഭർത്താവ് ഒരു ക്യാൻസർ രോഗിയാണ്. ഇവരവിടെ 2,03,000 രൂപ അവിടെ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ ഭർത്താവിന് ചികിത്സക്ക് വേണ്ടി ആശുപത്രിയിലേക്ക് പോകാൻ 4ാമത്തെ സ്റ്റേജാണ്. ക്യാൻസർ എന്ന് പറയുമ്പോൾ വളരെ ഗുരുതരമായിട്ടുള്ളൊരവസ്ഥയാണ്. ഇപ്പോൾ ചികിത്സക്ക് ആശുപത്രിയിലേക്ക് പോകാൻ പണം ആവശ്യപ്പെടുമ്പോൾ അത് കൊടുക്കാൻ ബാങ്കുകാർ തയ്യാറാകുന്നില്ല. ഇവരെ പോലെ നിരവധി ആളുകളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളുകളുണ്ട്, അതുപോലെ തന്നെ പ്രായമായ ആളുകൾ, കുറി വിളിച്ച പൈസ, അതുപോലെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ട പൈസ, കുട്ടികളുടെ വിദ്യാഭ്യാസം അത് മുടങ്ങാതിരിക്കുന്നതിന് വേണ്ടി വിശ്വസിച്ച് കൊണ്ടുപോയി പണം നിക്ഷേപിച്ചതാണ്. എന്നാലും CPMന്റെ നേതൃത്വവുമായി ഇവർ സംസാരിച്ചു, ഒരു നടപടിയും ഉണ്ടായില്ല. ഇപ്പോൾ പോലീസിനെ സമീപിക്കുന്നു. പോലീസ് പലപ്പോഴും പലരുടെയും പരാതിയിൽ കേസ് എടുക്കാൻ തയ്യാറാകുന്നില്ല. എന്താണ് നിങ്ങളുടെ പേരെന്താണ്? എന്റെ പേര് ഷാജിദ. ഷാജിദ, ഇതിൽ എത്ര രൂപയാണ് നിക്ഷേപിച്ചത്? ഞാൻ കുറച്ച് മോളുടെ ഗോൾഡ് വിറ്റ കുറച്ച് കാശുണ്ടായിരുന്നു. അപ്പൊ അവളെ വിദ്യാഭ്യാസത്തിന് ഒന്നുമില്ലെങ്കിൽ, അതല്ലെങ്കിൽ ഇപ്പാക്ക് വയ്യാണ്ടാവുമ്പോ ഇപ്പാടെ ഒരു ആവശ്യം വരുമ്പോ നമുക്ക് എടുക്കാന്ന് പറഞ്ഞിട്ട് അതും കുറച്ച് പൈസ നമുക്ക് ഇങ്ങനെ ഓരോരുത്തർ ഇക്കാരെ കാണാൻ വരുമ്പോ ഓരോരുത്തർ വന്ന് തരുന്നതാണ്. അതൊക്കെ കൂടി ഒരു കൂട്ടിയിട്ട് ഉമ്മാൻ്റെ അടുത്ത് കൊടുത്തതാണ്. ഉമ്മയുടെ പേരേക്ക് ഞാൻ ഇക്കാനായിട്ട് ആശുപത്രി പോവാണ്. ഡെയിലി പറഞ്ഞ മാതിരി ആശുപത്രി പോകുന്ന ആളാണ് ഞാൻ. അപ്പൊ ഉമ്മാന്റെ കയ്യിൽ കൊടുത്തു. ആവശ്യം വരുമ്പോ ഉമ്മാനെ കൊണ്ട് ഇടിപ്പിക്കാലോ എന്ന് വെച്ചിട്ട്. ഇതിപ്പോ ആൾക്ക് 3 വർഷമായി വയ്യാണ്ടായിട്ട്. തുടക്കത്തിൽ MVR പെട്ട് ഓപ്പറേഷൻ കഴിഞ്ഞതാണ്. എല്ലാവരും സഹായം കൊണ്ട് തന്നെയാണ് ഓപ്പറേഷൻ കഴിഞ്ഞത്. ഇപ്പൊ ആൾക്ക് വീണ്ടും അത് വയറിലും വായയിലും നെഞ്ഞിലൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ ഒത്തിരി ക്രിട്ടിക്കലാണ് സ്റ്റേജ്. ഇപ്പൊ മെഡിക്കൽ കോളേജ്, തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ്. അപ്പൊ ആ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മള് കാശിന് പോയതാണ്. അവിടെ ചെന്ന് നോക്കുമ്പോ അവര് പറയണത് ബാങ്കിൽ പൈസ പിന്നെ എന്താണ് പറയുക, ഇപ്പൊ തരാൻ പാകല്ല, ഇന്ന പാർട്ടിക്കാര് എന്താണ് പറയുക, ഇന്ന ചതിച്ചതാണ്, അങ്ങനെയൊക്കെ. അതിപ്പോ അധികമായിട്ടില്ല, ഒരു വർഷം കഴിഞ്ഞിട്ടുള്ളൂ നിക്ഷേപിച്ചിട്ട്. 4 മാസമായി നമ്മൾ ഈ പൈസക്ക് വേണ്ടി ബാങ്ക് കയറി ഇറങ്ങണത്. കുറച്ചെങ്കിലും തരാൻ പറഞ്ഞിട്ട് കയറി ഇറങ്ങണോട്ട് 4 മാസമായി. ഇപ്പൊ നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മളെ ചികിത്സ മുടങ്ങി എന്നുള്ളൊരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. എനിക്ക് വേറെ ഭാഗമൊന്നുമില്ല, വേറെ തരാൻ ആമക്കളൊന്നുമില്ല, 2-3 പെൺകുട്ടികളാണ്. അപ്പൊ പിന്നെ ഇതൊക്കെ കിട്ടിയിട്ട് വേണം ജീവിക്കാനും ചികിത്സിക്കാനും ഒക്കെ. അതുകൊണ്ട് ആ ഒരു ഇതില് കുറെ നമ്മൾ അവർ സമീപിച്ചതാണ് പോലീസ് സ്റ്റേഷനിൽ. അവരോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞു, നിങ്ങൾ കേസ് കൊടുത്തോളേ, ഇന്നെ കൊണ്ട് തരാൻ ഭാഗമൊന്നുമില്ല, നിങ്ങൾ കേസ് കൊടുത്തോളേ. ബാങ്കിലെ സ്റ്റാഫ്, സുമ പറഞ്ഞിട്ടുള്ള സ്റ്റാഫാണ്. ആളോട് ചെന്ന് ചോദിക്കുമ്പോ എല്ലാവരും പറഞ്ഞിട്ടാണ് ഈ ഒരുവിധ ആൾക്കാരൊക്കെ അവിടെ പൈസ നിക്ഷേപിച്ചത്. നമ്മൾ മാത്രമല്ല, ഒരുപാട് പേര് ഇതിൽ പെട്ട് കിടക്കുന്നുണ്ട്. അത് നമുക്കറിയില്ല, അവര് പറയണില്ല എന്താണ് സംഭവിച്ചെന്ന് അവര് പറയണില്ല. ഇത് ലോണായിട്ട് പോയിക്കാണോ, അത് വേറെ ആരെങ്കിലും കൊടുത്തിക്കാണോ, എന്താന്ന് അവര് പറയണില്ല. ലാസ്റ്റ് ആള് വന്നപ്പോ എന്നോട് പറഞ്ഞു, ഷാജിയെ കേസ് കൊടുക്കേണ്ട ഭാഗമുള്ളൂ, ഇത് എന്താണ് പറയാ, അവര് പാർട്ടിക്കാർ ഇന്നെ കൈയൊഴിഞ്ഞു, ഇനി വേറെ ഭാഗമൊന്നുമില്ല, ഇക്ക് തുകയായിട്ടുള്ള പൈസ ഒന്നും തരാൻ പറ്റില്ല, ചെറിയ എമൗണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സെറ്റിൽ ചെയ്യാം, അല്ലാത്തൊന്നും പറ്റില്ല. പാർട്ടിക്കാരോട് ഈ വിഷയം സംസാരിച്ചു. നമ്മള് ഇവിടുന്ന് കാണുമ്പോഴൊക്കെ കൂടി ഇവിടെ മീറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് തുടക്കത്തിൽ തന്നെ ബാങ്കിൽ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ മുഹമ്മദ് ബാഷും ഇവരൊക്കെ കൂടിയിട്ട് ഇവിടെ വെച്ചിട്ട് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ അവര് പറഞ്ഞത് പിന്നെ എന്താ പൈസ പേടിക്കണ്ട, എല്ലാവരും പൈസ തരണ്ട് എന്നാണ് അവരന്ന് പറഞ്ഞത്. പക്ഷെ ഇപ്പൊ ആരും രംഗത്തിറങ്ങി പാർട്ടി ഇടപെട്ടിട്ട് എന്തെങ്കിലും പൈസ ഇങ്ങനെ കുറച്ച് നമ്മള് പോകുമ്പോ 1000-2000 ഒക്കെ വെച്ചിട്ട് കുറച്ച് ഉണ്ടായിരുന്നു, ചില്ലറ പൈസ ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു, അല്ലാണ്ടൊന്നും കിട്ടിയിട്ടില്ല. ഇപ്പൊ നമ്മള് മൊത്തം പിന്നെ ഇവിടെ ഉമ്മാന്റെ അനിയത്ര മോൻ പഠിക്കാനുള്ളത് അങ്ങനൊക്കെ ആയിട്ട് 5 ലക്ഷത്തിന്റെ അടുത്ത് ഉണ്ട്. അതായത് 2-3 ആളുകളുടെ പേരിലായിട്ട്, 3-4 ആളുടെ പേരിലായിട്ട്, 3-4 ആളുടെ പേരിലുള്ളത്. പോലീസിൽ പരാതി കൊടുത്തില്ലേ? പോലീസിൽ പരാതി കൊടുത്തു. 4 പ്രാവശ്യം 5 പ്രാവശ്യമായി പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങണു. പക്ഷെ അവര് ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും അവിടുന്ന് പോലീസുകാർ മാറി
ഒരാഴ്ചക്ക് അവർ മാറുകയാണ്. അപ്പൊ അവര് പറയണത് നിങ്ങൾ അടുത്ത പ്രാവശ്യം വരും, ഞങ്ങൾ കേസ് പഠിക്കട്ടെ. പിന്നെ ഇപ്പൊ ലാസ്റ്റ് നോക്കുമ്പോ എങ്ങനെ കാശ് ഉണ്ടായത്, എവിടുന്നാ വന്ന്, ഫുള്ള് സോഴ്സ് അവർക്ക് പറഞ്ഞു കൊടുക്കണം പറഞ്ഞു. അതൊക്കെ അവര് പറഞ്ഞു കൊടുത്തു, എല്ലാതും പറഞ്ഞു കൊടുത്തു. പക്ഷെ അവര് കേസ് എടുത്തിട്ടില്ല എന്നാ പറയുന്നത്. ഇപ്പോഴും ഇല്ല അവര് നിങ്ങൾ കോടതിയെ സമീപിച്ചോളൂ, ഞങ്ങൾ കേസ് എടുത്തിട്ടില്ല. 2 കേസ് എടുത്തിട്ടുള്ളൂ. കുറെ ആളുണ്ട്, 10-14 ആൾക്കാർ കേസ് കൊടുത്തിട്ടുണ്ട്. എത്ര ആളുകൾ പരാതി കൊടുത്തിട്ടുണ്ട്? 14 ആള് പരാതി കൊടുത്തിട്ടുണ്ട്. സംഭവം ഈ നാട്ടിലെ മുഴുവൻ ആൾക്കാരും ഉണ്ട്. ഒക്കെ പാവപ്പെട്ട ആൾക്കാരാണ്, വയസ്സായ ആൾക്കാർ, പെൻഷൻ കിട്ടിയവര്, അങ്ങനെ ആടിനെ വിറ്റിട്ട് ഗോഴിനെ വിറ്റിട്ട് അങ്ങനെയൊക്കെ ജീവിക്കുന്ന ആൾക്കാരാണ് മൊത്തം. അവരൊക്കെ കാശ് ബാങ്കിലുണ്ട്, ചില്ലറ ആണെങ്കിലും കൂടെ ഉണ്ട്. പക്ഷെ ആരും രംഗത്ത് വരുന്നില്ല എന്ന് മാത്രം. ഇപ്പൊ ഭർത്താവിന്റെ ചികിത്സ മുടങ്ങി കിടക്കുകയാണ്. ഞങ്ങൾക്ക് ഭാഗമല്ലെങ്കിൽ പെറ്റ് സ്കാനിങ്ങിന് എഴുതി തന്നിട്ടുണ്ട്. അതിന് ഇനി 20-ാം തീയതി ഉള്ളിൽ സ്കാനിങ്ങിന് പോകണം. പക്ഷെ വേറൊരു മാർഗമല്ല. ഈ വീട്ടില് മൊത്തം 5.5 ലക്ഷം രൂപ പോയി എന്ന് പറയും. നിങ്ങളെ 2,03,000 രൂപ. പിന്നെ ഉമ്മ ഡെപ്പോസിറ്റ് ചെയ്തു. പിന്നെ ആരാണ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത്? പിന്നെ താത്ത, ഏട്ടത്തി, ആളുടെ ആൾക്ക് ഇപ്പൊ ഓപ്പറേഷൻ കിഡ്നിക്ക് ഓപ്പറേഷൻ എന്താണ്, അപ്പൊ ലിവറിന് അതിന്റെ കുറച്ച് പൈസ കിട്ടിയതുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ അവിടെ താൽക്കാലികമായിട്ട് അവിടെ നിക്ഷേപിച്ചതാണ്. സ്ഥിരം ഡെപ്പോസിറ്റ് അല്ല, താൽക്കാലികമായിട്ട് അവിടെ നിക്ഷേപിച്ചതാണത്. പിന്നെ എന്താ പറയാ, വല്യമ്മാന്റെ കുറച്ചുണ്ട്. അവരൊക്കെ വയസ്സായ ആൾക്കാരല്ലേ, പെൻഷൻ കിട്ടാൻ കാശ് കൊണ്ട് ഇട്ടിട്ട് അങ്ങനെയുള്ളതാണ് അവരുടെ. അതായത് ഇവരിപ്പോ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. ഇവിടെ ഈ തൃത്താല വനിതാ സഹകരണ സംഘം എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനം, സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ഇവിടുത്തെ മെമ്പർമാര്. ഇത് ഭരിക്കുന്നത് CPM ആണ്. CPM-ന്റെ ഏരിയ സെക്രട്ടറി മുഹമ്മദ് ബാഷോട് സംസാരിച്ചു എന്നാണ് ഇവർ പറഞ്ഞത്. ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. ഇപ്പൊ എല്ലാവരും കൈയൊഴിഞ്ഞു, വേണമെങ്കിൽ പോയിട്ട് പരാതി കൊടുത്തോ കേസ് കൊടുത്തോ എന്നൊക്കെയുള്ള നിലപാടാണ്. ഇവിടുത്തെ സാധാരണക്കാർ എന്ന് പറയുമ്പോൾ ഇവര് കൂലിപ്പണിക്കാര്, ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളുകൾ, അതുപോലെ പല വിധത്തിലുള്ള തൊഴിലെടുത്ത് ജീവിക്കുന്ന ആളുകളാണ്. ഇവര് കിട്ടിയ പൈസ അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഭർത്താവിന്റെ ചികിത്സക്ക് വേണ്ടിയാണ് ഇവര് 2,03,000 രൂപ ആവശ്യ സമയത്ത് കിട്ടുമല്ലോ എന്ന് കരുതി അവിടെ കൊണ്ടുപോയി നിക്ഷേപിച്ചു. ഇവരുടെ ഉമ്മ കുറി വിളിച്ച പൈസ 1 ലക്ഷം രൂപ ചോര നീരാക്കിയ പൈസയാണ് അവിടെ കൊണ്ടുപോയി നിക്ഷേപിച്ചത്. അതുപോലെ ആടിനെ വിറ്റ കാശ്, കോഴിനെ വിറ്റ കാശ്, ഇതൊക്കെയാണ് ഇവർക്ക്. അതിൽ വല്ലാത്ത ബിസിനസ്സോ മറ്റു കാര്യങ്ങളൊന്നും ചെയ്യുന്ന ആളുകളല്ല. അതുപോലെ ഇവരുടെ താത്ത, അവർക്ക് കിഡ്നിക്ക് സർജറി കഴിഞ്ഞിരിക്കുകയാണ്. ചികിത്സക്ക് വേണ്ടിയുള്ള പൈസയാണ് അവിടെ കൊണ്ടുപോയി നിക്ഷേപിച്ചത്. ഇവർക്ക് ആകെ കൂടി അറിയാവുന്നത് ആ ബാങ്കിലെ ഒരു സ്റ്റാഫിനെ കുറിച്ച് മാത്രമാണ്. സുമ എന്നാണ് അവരുടെ പേര്. അവര് പറയുന്നത് പാർട്ടിക്കാരെന്നെ കൈയൊഴിഞ്ഞു, നിങ്ങൾ കിട്ടുന്ന വഴി നോക്കിക്കോ. പോലീസ് ഇപ്പം ഇവരോട് ചോദിക്കുന്നത് ഈ പണം എവിടുന്ന് കിട്ടി, അതിന്റെ സോഴ്സ് കാണിക്കണം എന്നുള്ളതാണ്. പോലീസിന്റെ ഒരു ജാഗ്രത നോക്കിയാൽ, അതായത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, പാവപ്പെട്ട ആളുകൾ ചെറിയ പൈസകൾ ചികിത്സക്ക് വേണ്ടി കൊടുത്ത് അങ്ങനെ കിട്ടിയ പൈസ ഇവിടെ ഈ സൊസൈറ്റിയിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചു. ഇപ്പൊ കേസെടുക്കാൻ പോലീസിന് ആ പണം വന്ന വഴി, സോഴ്സ് കാണിച്ചു കൊടുക്കണം. ഇവിടെ വലിയ കള്ളപ്പണവും അതുപോലെ തന്നെ കുഴപ്പണവും ഇടപാടുകളൊക്കെ നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്നും പോലീസിന് അന്വേഷിക്കാൻ സമയമില്ല. എന്നാലും ഇത് കരുവന്നൂർ മോഡൽ ഒരു വലിയ തട്ടിപ്പ് തന്നെയാണ്. ഈ ബാങ്കിന്റെ ശേഷിക്കനുസരിച്ച് അതിനേക്കാൾ അപ്പുറമുള്ള ഒരു വലിയ തട്ടിപ്പ് ഇവിടെ ഈ ബാങ്കിൽ നടന്നിട്ടുണ്ട്. ആരാണ് അവിടെ നിന്ന് സ്വർണം അടിച്ചു മാറ്റിയിട്ടുള്ളത്? ആരാണ് ഈ പണം അടിച്ചു മാറ്റിയിട്ടുള്ളത്? ലോൺ കൊടുത്തിട്ടാണ്. ആർക്കാണ് ലോൺ കൊടുത്ത്? ഇത്രമാത്രം ലോൺ ആരാണ് ഇവിടെ നിന്ന് എടുത്തിട്ടുള്ളത്? ഇതിനെക്കുറിച്ചുള്ള ഒരുപാട് വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ഇവിടുത്തെ MLA എന്ന് പറയുന്നത് MP രാജേഷാണ്. ഇപ്പോഴത്തെ എക്സൈസ് വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ഇടപെടലും നടത്തിയിട്ടില്ല എന്നാണ് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിയുന്നത്. പോലീസിന് കേസെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ചില സമ്മർദ്ദം പോലീസിനും ഉണ്ട് എന്നറിയാൻ കഴിയുന്നു. എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരേണ്ടതുണ്ട്. ഇവിടെ വേറെയും ജനപ്രതിനിധികളുണ്ട്, അതുപോലെ തന്നെ വേറെയും രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളുണ്ട്, നേതാക്കന്മാരുണ്ട്. അവരൊക്കെ ഈ പാവങ്ങളുടെ വിഷയത്തിൽ ഒരു ഇടപെടൽ നടത്തണം. എന്താണ് സംഭവിച്ചത്, അതിന്റെ സത്യം പുറത്തു വരണം. ഇവിടെ ഈ നാട്ടിലൊന്ന് അന്വേഷിച്ചപ്പോൾ CPM-ന്റെ ആളുകളാണ് ഇവിടെ കൂടുതൽ ആളുകൾ. CPM ഭരിക്കുന്ന ഈ സൊസൈറ്റിയിൽ സാധാരണ രീതിയിൽ CPM ആളുകൾ തന്നെയാണ് അവിടെ മെമ്പർമാരായിട്ടുണ്ടാവുക. അത്തരം ആളുകളാണ് അവിടെ പണം കൊണ്ടുപോയി നിക്ഷേപിച്ചിട്ടുള്ളത്. ഈ സാധാരണക്കാരൻ ചോര നീരാക്കിയിട്ടുള്ള പൈസ, അതുപോലെ തന്നെ ഇതുപോലെ വായ്പ മേടിച്ചിട്ടുള്ള പൈസ, സ്വർണം വിറ്റിട്ടുള്ള പൈസ, കെട്ടിച്ച മകളുടെ സ്വർണം വിറ്റിട്ടാണ് ഇവരവിടെ കൊണ്ടുപോയി പണം നിക്ഷേപിച്ചത്. അങ്ങനെ സാധാരണക്കാരൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ, ആശുപത്രിയിൽ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പൈസ, മരുന്ന് മേടിക്കുന്നതിനുള്ള പൈസ, ചികിത്സ പോലും മുടങ്ങി നിൽക്കുകയാണ് ഈ ബാങ്ക് ചതിച്ചത് കാരണം കൊണ്ട്. ഇവരുടെ അവസ്ഥ മനസ്സിലാക്കാൻ ഓരോരുത്തരും തയ്യാറാകണം. ഇവരെ സഹായിക്കണം എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ അവരുടെ അനുവാദത്തോടു കൂടിയൊന്നുമല്ല എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം ആ ബാങ്ക് പണം കൊടുക്കാത്തത് കാരണം കൊണ്ട് ഇവരുടെ ഭർത്താവിന് ഇപ്പോൾ ഒരു സ്കാനിങ് പറഞ്ഞിരിക്കുക, അത് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. ഇതൊന്നും മനസ്സിലാക്കാൻ ഇവിടുത്തെ ഈ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് കഴിയുന്നില്ല, പ്രത്യേകിച്ച് CPM-ന്റെ നേതാക്കന്മാർക്ക് കഴിയുന്നില്ല. സാധാരണക്കാരുടെ പാർട്ടിയാണ്, സാധാരണക്കാർക്ക് വേണ്ടി നിലകൊള്ളുന്ന പാർട്ടിയാണ്, തൊഴിലാളികളുടെ പാർട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് തൊഴിലാളി സ്നേഹം പറയുമ്പോൾ ഇത്തരത്തിൽ കള്ളന്മാരെയും കൊള്ളക്കാരെയും സംരക്ഷിക്കുന്ന ഒരു നിലപാട് CPM സ്വീകരിക്കാൻ പാടില്ല. ആ പാർട്ടിയോട് ഇപ്പോഴും കുറച്ചൊക്കെ സ്നേഹമുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. നേതാക്കന്മാർ, ഇവിടെ ഭരണാധികാരികൾ ഈ വിഷയത്തിൽ ഇടപെടണം, അന്വേഷിക്കണം എന്ന് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.